നിങ്ങൾക്ക് കാര്യങ്ങൾ ജീവിക്കുകയാണ്. മറക്കേണ്ടതിന് മറന്നാൽ ഓർക്കേണ്ടതിന് ഓർത്താൽ തമ്പുരാൻ വചന പറയുന്നു, പുതിയത് ചെയ്യാം. എത്ര പേർ ആഗ്രഹിക്കുന്നു പുതിയത്? ഇനി പുതിയ അതിന്റെ ആരംഭം എങ്ങനെയാണ് എന്നുള്ളത് കൂടെ പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോകാൻ. പുതിയ ചില കാര്യങ്ങൾ ആരംഭിക്കുന്നത്, പുതിയ ചില കാര്യങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ എന്ന് പുറപ്പെട്ടപ്പോൾ അവർ ആഗ്രഹിച്ച് ആദ്യത്തെ ഫേസ് ചെയ്ത ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ചെങ്കടലായിരുന്നു. അവരുടെ മുമ്പിൽ ഒന്നാമത്തെ വെല്ലുവിളി ചെങ്കടലായിരുന്നു. ദൈവസ്തോത്രം. ഇന്നലത്തെ എല്ലാ പുതിയത് എല്ലാവരും മനസ്സിനകത്ത് കുറിച്ചിട്ട് ഇന്നലത്തെ എല്ലാ പുതിയത് കർത്താവ് ചെയ്യും. എനിക്ക് വേണ്ടി പുതിയത് കർത്താവ് ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ ആരുടെ പറഞ്ഞാലും ഇല്ല എങ്കിലും ഇവരുടെ സ്തോത്രം രോഗം വന്നിട്ട് അല്ല ചികിത്സിക്കേണ്ടത്, അതിന് മുന്നേ സുരക്ഷിത പ്രാപിക്കും. വെള്ളം വന്നിട്ടല്ല ക്ഷമ കിട്ടേണ്ടത്, അതിന് മുന്നേ ക്ഷമ കിട്ടുന്നവർക്ക് സ്തോത്രം. ഇന്ന് രാത്രി കാലം ചിന്തിക്കാത്ത ചില പുതിയ വഴികൾ എനിക്ക് വേണ്ടി തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇനി എന്നോട് ചലിച്ചോ ഇവരുടെ സ്തോത്രം മുമ്പിൽ ചെങ്കടൽ പക്ഷെ ദൂരെ മാത്രം പൊക്കാം. സ്തോത്രം മുമ്പിൽ ചെങ്കടൽ. ആ രാത്രിയിൽ ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിച്ചു. ജനവരി വെച്ച് മോശയുടെ കൂടെ മോഷിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. മോശനെടുമ്പാട് വേണ്ടു. ജനവരി വെച്ച് പറഞ്ഞു, ഇസ്രായേൽ ശവക്കൊഴി ഇല്ലാഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മോശിക്കുന്നവരെ പുറകിറക്കി. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ മോശിക്കുമ്പോൾ, നീ കഴിയുമ്പോൾ കൂടെ കൈതരേണ്ട, കൂടെ പ്രാർത്ഥിക്കേണ്ട, കൂടെ നിൽക്കേണ്ട. പ്രിയപ്പെട്ടവർ, നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഒരു നാളും ഞാൻ നിന്നെ ആരാധന കൈവിടത്തില്ല എന്ന് അറിയിച്ചത് ആരും ദൈവമുണ്ട്. ആ ദൈവം മോശം അടിക്കണമെന്ന് പറഞ്ഞു. മോശേ, നിന്റെ കയ്യിലുള്ളത് ചക്രയുടെ നേരെ വണ്ടി തെറ്റി ചൈനയുടെ തൂവലിരമാണ്. നിന്റെ പക്കലുണ്ട് നിന്നോടുള്ള പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ. ഈ രാത്രിയിലും ആ തിരിച്ചറിവുള്ളവർക്ക് സ്തോത്രം. നിന്നിലുള്ള കൃപ കഴിവ് താലന്തുകളെ ജ്വലിപ്പിച്ചാൽ നിന്റെ മുമ്പിലുള്ള വെല്ലുവിളികളെ ഇല്ലാതാക്കുവാൻ ദൈവത്തിന് കഴിയും. അത് ഇസ്രായേൽ മക്കൾ ഇസ്രായേലിന് പുറപ്പെടുമ്പോൾ അവർക്ക് മുമ്പിൽ ചെങ്കടൽ ചെങ്കടലവർക്ക് തടസ്സമായി വന്നു. എന്നാൽ അതിശക്തന്റെ വടി ചെങ്കടൽ നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. ജനം അക്കരെ കടന്നു. എന്നാൽ 40 ആണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇതാ വാഗ്ദത്ത മണ്ണിലേക്ക് കാലെടുത്ത് കെട്ടുവാൻ ജനം അവരോട് മുമ്പോട്ട് കാലം ചലിപ്പിച്ച കാല് ഇത് സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇതാ ഒരു യോർദാൻ അവർക്ക് മുമ്പിൽ കരകവിഞ്ഞൊഴുകുകയാണ്. യോർദാൻ നിരവധി പ്രത്യേകതയുണ്ട്. എന്താണ് യോർദാനിന്റെ ഒന്നാമത്തെ പ്രത്യേകത? യോർദാനിന്റെ ഒന്നാമത്തെ പ്രത്യേകത ബൈബിൾ വായിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം. യോർദാൻ മരണ യോർദാൻ ഒഴുകിപ്പെടും. ഈ യോർദാനെ കുറിച്ച് പറയുന്നത് ഇതൊരു മരണ യോർദാനാണ്. വേണ്ട പുസ്തകത്തിന് കൊയ്ത്തുകാലത്തൊക്കെ ഇത് കരകവിഞ്ഞൊഴുകും. അതാ നീ അധ്വാനിച്ച, നീ കൊയ്തെടുക്കേണ്ട നന്മയെ ഇല്ലാതാക്കുന്ന കരകവിഞ്ഞൊഴുകുന്ന വെള്ളം ഇതിൽ നിന്ന് പുറത്തോട്ട് പോയി ഇവരാളെയും നന്മ കൊടുത്തിട്ടില്ല. 3 വാഗ്ദത്തത്തെ പറയുന്നു. ഇങ്ങനെയുള്ള യോർദാന്റെ മുമ്പിൽ ഈ ജനം നിൽക്കുകയാണ്. അവർ പുറത്തോട്ട് നോക്കിയപ്പോൾ മോശയില്ല, ഇപ്പോൾ മടിയുമില്ല. എന്താണ് ചെയ്യുന്നത്? ഒരു ദൂതയുടെ നിന്ന് ഞാൻ പറയാ, കടല് പിളർന്നു വന്ന ചില പ്രിയപ്പെട്ടവരിനകത്തുണ്ട്. ഈ നിലകളിൽ കടല് പിളർന്നു വന്നതാണ്. നീ വന്നതല്ല, നീ ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ആ നീ നദി കണ്ടു മേടിക്കരുത്. ഈ രാത്രിക്കാലം 10 ദിവസത്തിന്റെ രാത്രിക്കാലം ജീവിതത്തിന്റെ കടല് പിളർന്ന് നീ ദൈവത്തെ തിരിച്ചതാണെങ്കിൽ ഒരു നദി കണ്ട് പേടിച്ച് പുറകോട്ട് പോകുവാനല്ല കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തിരുവെടുത്ത് പറയുന്നു, അതിശക്തന്മാരായ പുരോഹിതന്മാരുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് തൊട്ടപ്പോൾ രണ്ടാഴ്ച നിന്നു. ക്രിസ്തുവാകുന്ന പെട്ടെന്ന് ചുമക്കുന്ന നിന്റെ കാൽ സ്പർശിക്കേണ്ടത് സ്പർശിച്ചാൽ നിന്റെ മുമ്പുള്ള പ്രതിസന്ധി മാറും. പുതിയ ആരംഭം. പണ്ട് ഒരു വടി, എന്നാൽ ഇന്ന് വടിയല്ല. ക്രിസ്തുവാകുന്ന പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ. പുതിയ സഭയിൽ ക്രിസ്തു നമ്മുടെ പുതിയ ദൈവത്തിന് പെട്ടകമാണ്. അത് തുടങ്ങുന്നത് പതിനെട്ടു
പുതിയ ആരംഭങ്ങളുടെ ദൈവം. ഏലിയാവിന്റെ ദൈവം അഹാബിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി. ഏലിയാവിന്റെ ദൈവം അഹാബിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ആടുകളും മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. കഥയെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ദൂത് മാത്രം നോട്ടിഫൈ ചെയ്യുക. സ്തോത്രം. ഏലിയാവ് നേരെ കിരീടത്തൊട്ടിൽ വന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് യോർദാന്റെ ഒരു ബ്രാഞ്ച് ഒരിക്കൽ ചെയ്യാത്ത ഒരു ബ്രാഞ്ച് സമകാലത്ത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഇതാ കുടിക്കുകയാണ്. തിരുവെടുത്ത് പറയുന്നു, ആ സ്തോത്രം ദൈവം ഏലിയാവിന്റെ അടുക്കലേക്ക് ഒരു കാക്കയെ അയച്ചു. ദൈവം ഒരു കാക്കയെ അയച്ചു. കാക്ക ഇന്നവരെ ആർക്കും ആഹാരം കൊടുക്കാറില്ല. പക്ഷെ ദൈവത്താൽ അയക്കപ്പെടുന്ന കാക്കകൾ നിന്റെ ക്ഷാമകാലത്ത് നിനക്ക് ക്ഷമമായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ആ ദൈവത്തിന്റെ സ്തോത്രം ഏലിയാവ് ആ കിരീടത്തിന്റെ വാതിലിരിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ ക്ഷാമാണ്. അവിടെ ഓബദ്യാവ് എന്ന് പറയുന്ന ഈ പുരുഷനുണ്ട്. ഓബദ്യാവ് ഒരിക്കൽ ഏലിയാവിനെ കണ്ടപ്പോൾ പറയുകയാണ്, ആ ദൈവ സ്തോത്രം പ്രവാചകൻ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നത്. കർമ്മേലിനോട് പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നത്. ഇല്ല, നീ അറിയാതെ ചിലത് ഞാൻ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിന് ദൈവപുരുഷനോട് ഓബദ്യാവ് കണ്ടുകൊണ്ടപ്പോൾ പറഞ്ഞു, നിന്നെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിന്നെ സഹായിച്ചാൽ കടുപ്പിനോട് തലയുണ്ടാകത്തില്ല. എന്തുകൊണ്ടെന്നാൽ രാജാവ് നിന്റെ സ്ഥലത്ത് വില പറഞ്ഞിരിക്കുകയാണ്. രാജാവ് നിന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന കാരണത്താൽ ഏലിയാവിനെ തുള്ളിവെള്ളം കൊടുക്കും. ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് മുതലാത്ത കൂട്ട സഹോദരൻ, കൂട്ടപ്രവാചകർ, കൂട്ട ശുശ്രൂഷകന്മാരുടെ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ പറഞ്ഞു, എന്റെ പൊന്നയാസ അവർ നിന്നെ സഹായിച്ചില്ല എന്ന് കരുതി നീ പട്ടിണി കിടന്ന് സാകുമെന്ന് നീ ചിന്തിച്ചോ? ഇല്ല, തൊട്ടിലെ വെള്ളം പറ്റിയാലും ഇവരെ വന്നു പോയാലും എനിക്ക് അടുത്ത പദവിയുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തോട് മന്ത്രിക്കുന്ന പ്രവചന ദൂത് ആരും നിന്നെ സഹായിക്കാൻ തയ്യാറായില്ല എന്ന് കരുതി നിന്റെ ജീവിതം ആസ്വദിക്കത്തില്ല. ആര് സഹായിച്ചില്ല എങ്കിൽ സഹായിക്കേണ്ടവർ മാറിയിരുന്നാലും നിന്നെ സഹായിക്കുവാൻ ഉലകത്തിൽ ദൈവത്തിന്റെ ശക്തിയുടെ കരം ഇന്ന് രാത്രി മതിയതാണ്. കരങ്ങളുടെ കാര്യം പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്. അതിനുള്ള കുറ്റം പറയുന്നതിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ഇത് അതിന് ആദ്യം കിട്ടി. അപ്പം പിന്നെ നമുക്കറിയാം അത് സരിഫാത്തിൻ്റെ പ്രത്യേകത. സരിഫ സീതോന്റെ ദേശമാണ് സരിഫ. സീതോന്റെ അതിർത്തിയാണ് സരിഫ. സീതോന്റെ പ്രത്യേകത ഇസ്രായേലിന്റെ രാജ്യമാണ് സീതോ. ഇസ്രായേൽ ആരാണ്? ആഹാബിന്റെ ഭാര്യയാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ജന്മസ്ഥലമാണ്. സീതോ രാജാവായ ഇക്ബാലിന്റെ ഭാര്യയാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരുത്തിയാണ് ഈ രാജ്യത്തെ മുഴുവനും ഭാര്യന്റെ ആരാധനയിൽ. ആ നാട്ടിൽ ക്ഷാമകാലം ഏലിയാവിനെ വട്ടമിട്ട് അഹാബിന്റെ സൈന്യം ഓടിയെത്തുമ്പോൾ ദൈവം സീതോനിലെ സരേഫാത്തിലെ ഒരു വിധവയുടെ മകന്റെ ഭവനത്തിലേക്ക് ഏലിയാവിനെ അയച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ പറയാ, ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുന്ന കർത്താവ് നിന്റെ ശത്രുവിന്റെ ആദ്യ ഇരിപ്പിടത്തിനടിയിൽ നിന്നെ ഒളിപ്പിച്ച് നിന്നെ പുലർത്തുവാൻ ഇന്ന് രാത്രിയിലെ കർത്താവ് വരാം. അപ്പോൾ ഏലിയാവ് ഞാൻ വിളിക്കുകയാണ്. ഒന്നാമത് കിരീട്ടാണെങ്കിൽ, മറ്റൊരു കിരീത്തിൽ ഒരു റവലാണെങ്കിൽ തുടർന്ന് പുതിയ ആരംഭങ്ങളുടെ ദൈവം. പുതിയ ആരംഭങ്ങളുടെ ദൈവം. പണ്ട്